നമസ്കാരം, ഞാൻ ഡോക്ടർ മായ പീതാംബരൻ, ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. നമ്മളിൽ പലർക്കും ഭക്ഷണം കഴിച്ചാൽ അടിക്കടി മോഷൻ പോകാൻ തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ തൊട്ട് മുന്നേ ഒന്നോ രണ്ടോ തവണ മോഷൻ തോന്നാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പേ പെട്ടെന്ന് മോഷൻ രണ്ടോ മൂന്നോ തവണ പോകാൻ തോന്നും. സോ ഇറ്റ്സ് ഇസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇതാണ് എന്തൊക്കെയാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇതിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകുന്നത്? നമ്മുടെ കുടലിന് വളരെ താളാത്മകമായ ഒരു ചലനം ഉണ്ട്. അതിന് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയും. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ആളുകളിൽ അതിനൊരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത വരുന്നുണ്ട്. അതിന് നമുക്ക് സംതിങ് കോൾഡ് എസ് ബ്രെയിൻ ഗട്ട് ആക്സിസ്, അതായത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറും നമ്മുടെ വയറും ആയിട്ട് പല നെർവ് കണക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ബ്രെയിൻ ആൻജിയസ് ആകുമ്പോൾ നമ്മുടെ കുടൽ അത് അറിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുടലിനുള്ളിൽ വളരെ സൂക്ഷ്മമായി ഗട്ട് മൈക്രോബയോട്ട എന്ന് പറയുന്നൊരു വളരെ സൂക്ഷ്മമായ അണുക്കളുണ്ട്. ഇതിൻ്റെ വ്യത്യാസവും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന് ഒരു കാരണമായി പറയാറുണ്ട്. അതുപോലെ നമ്മുടെ ചെറുപ്പകാലത്തെ പല സ്ട്രെസ്സസ്, പിന്നെ ചില ആളുകൾ വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ കുടൽ പെട്ടെന്ന് അറിയുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ സ്ട്രെസ്സ്, ഇതെല്ലാം ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന് ഒരു കാരണമായി പറയാറുണ്ട്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വയറുവേദനയാണ്. ഈ വയറുവേദനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോഷൻ പോയി കഴിഞ്ഞാൽ ഈ വയറുവേദന റിലീവ്ഡ് ആവുന്നു. സോ ഡിഫിക്കേഷൻ റിലീവ്സ് ദ പെയിൻ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രധാന സിംറ്റം ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ് ആണ്. അത് മോഷൻ പോകുന്നതിനുള്ള വ്യത്യാസങ്ങൾ. ചില ആളുകൾ കൂടുതലായും നമ്മൾ കാണുന്നത് പല തവണ പോകുന്ന, അതായത് IBS ഡയറിയ ടൈപ്പാണ്. അവർക്ക് അങ്ങനെ IBS ഉള്ള ആളുകളിൽ ഒരു ദിവസം തന്നെ പല തവണ പോകാൻ തോന്നും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന് മുമ്പേ ഒക്കെ അവർക്ക് പലതവണ പോകാൻ തോന്നാറുണ്ട്. ദർ ആർ ചില ഒരു സബ്സെറ്റ് ഓഫ് ആളുകളിൽ ഇത് അവരുടെ നോർമൽ ലൈഫിനെ തന്നെ ഇത് ബാധിക്കാൻ, അതായത് ചിലപ്പോൾ ജോലിക്ക് പോകാൻ ഇറങ്ങി ബസ്സിൽ കയറിയപ്പോഴായിരിക്കും അവർക്ക് പോകുന്നത്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്ന പല സാഹചര്യങ്ങൾ ആൾക്കാർ പറയാറുണ്ട്. മറ്റൊരു ടൈപ്പാണ് IBS കോൺസ്റ്റിപ്പേഷൻ. അതായത് അവർ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. മോഷൻ അവർക്ക് തീരെ പോകുന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വയറിനുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാറുണ്ട്. ആൻഡ് ദർ ഇസ് അനദർ സെറ്റ് ഓഫ് പേഷ്യൻസ് IBS മിക്സ്ഡ് എന്ന് പറയും. അവർക്ക് ഇത് രണ്ടും കാണാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ IBS ഡയഗ്നോസ് ചെയ്യുന്നത്? പലപ്പോഴും നമുക്ക് ഒരു കൃത്യമായ ഒരു ഹിസ്റ്ററിയും എക്സാമിനേഷനോടെ തന്നെ നമുക്ക് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യാം. എന്നാലും പലപ്പോഴും നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ ടെസ്റ്റുകൾ, ചിലപ്പോൾ എൻഡോസ്കോപ്പിയോ കൊളോണോസ്കോപ്പിയോ ചെയ്യും. അത് പലപ്പോഴും ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തന്നെയാണ്, കാരണം മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങളല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. പലപ്പോഴും ഇതേ സിംറ്റംസ് നമുക്ക് കാര്യപ്പെട്ട മറ്റ് പല അസുഖങ്ങളുടെയും സിംറ്റമായി വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇനി എന്തൊക്കെയാണ് ചികിത്സ നമുക്കിപ്പോൾ ലഭ്യം? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആസ് ഐ ടോൾഡ് യു, സ്ട്രെസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൽ. അപ്പോൾ നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അത് അവോയ്ഡിങ് ദോസ് സ്ട്രെസ്സസ്, അതുപോലെ ചില റിലാക്സേഷൻ മെത്തേഡ്സ്, ഇതെല്ലാം ഇതിന് വളരെ ഫലപ്രദമാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IBS കോൺസ്റ്റിപ്പേഷൻ ഉള്ള രോഗികളിൽ ഹൈ ഫൈബർ കണ്ടന്റ് കഴിക്കുന്നത് നല്ലതാണ്. അതായത് പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായി കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ IBS ഡയറിയ ടൈപ്പുള്ള ആളുകൾ നമ്മൾ ലോ ഫോഡ്മാപ്പ് ഡയറ്റ് എന്ന് പറയും. അതായത് ഈ ഫോഡ്മാപ്പ് എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി ഓഫ് കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അങ്ങനെ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാലും പാലുൽപ്പന്നങ്ങളും, അതുപോലെ ഗ്ലൂട്ടൻ കണ്ടെയ്നിങ്, അതായത് വീറ്റിൻ്റെതായ ഈ ഗോതമ്പ് ഉള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ചില പച്ചക്കറികളും ചില ഫ്രൂട്ട്സുകളും ഹൈ ഫോഡ്മാപ്പുകളാണ്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ചില ആളുകൾ നമ്മൾ ഈ റിലാക്സേഷൻ, യോഗ മുതലായ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇതിന് ഫലപ്രദമായി പറയാറുണ്ട്. ഈ ജീവിതചര്യ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഫുഡിലെ ക്രമീകരണങ്ങളും മാറിയതിന് ശേഷവും സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ നമുക്ക് ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. അത് കോൺസ്റ്റിപ്പേഷൻ ടൈപ്പ് ഓഫ് IBS ഉള്ള ആളുകളിൽ നമ്മൾ ലാക്സേറ്റീവ്സ് പോലെ മരുന്നുകൾ ഇടാറുണ്ട്. IBS ഡയറിയ ടൈപ്പുള്ള ആളുകൾക്കും ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ്
കാണാറുണ്ട്. അപ്പോൾ ഞാൻ മേൽ പറഞ്ഞ ഈ സിംറ്റംസ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഇത് സ്വയം ഡയഗ്നോസ് ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറയുന്ന ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റോ ലാബ് ടെസ്റ്റോ കൊളോണോസ്കോപ്പിയോ എൻഡോസ്കോപ്പിയോ എന്താണെന്നുള്ളത് ചെയ്തതിന് ശേഷം അവരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും മെഡിക്കേഷൻസ് മരുന്നുകളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നോർമലായിട്ടൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു.